ഇനി അടുത്തത് പറയാൻ പോകുന്നത് ഇതിന്റെ ഐറ്റം കസ്റ്റമർ ക്രിയേഷൻ ആണ്. കസ്റ്റമർ ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കസ്റ്റമറിനെ പുതിയതായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പം ആ ഉണ്ടാക്കാൻ പോകുന്ന കസ്റ്റമറെ നമ്മൾ എന്താക്കാണ് ഇവിടേക്ക് വരാം. കസ്റ്റമർ എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പം ഇതിൻ്റെ അകത്ത് ഹോമിൻ്റെ അകത്ത് സെയിൽസ് ആൻഡ് സർവീസിൽ വരാം, കസ്റ്റമേഴ്സിൽ വരാം. കസ്റ്റമേഴ്സിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്കെയിൽ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇവിടെ കസ്റ്റമർ ആഡ് ചെയ്യുക. ഇവിടെ പ്ലസ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ കസ്റ്റമറിന്റെ പേര് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, കസ്റ്റമറിന്റെ പേര് അടിക്കുക. രണ്ടാമത്തത് ആ കസ്റ്റമറിന്റെ മൊബൈൽ നമ്പർ. ഓക്കെ, ആ കസ്റ്റമറിന്റെ മൊബൈൽ നമ്പർ അടിക്കുക. ആൾ കുവൈത്തിലാണ്, കുവൈത്തിൽ ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ഇമെയിൽ ഐ ഡി, ആരാണോ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ആളെ പേര് അടിക്കുക. ഇവിടെ ഡീറ്റെയിൽസ് അടിക്കുക. ഇവിടെ അവർക്ക് കൊടുക്കാൻ പറ്റിയ മാക്സിമം ഡിസ്കൗണ്ട് എത്ര, അവർക്ക് കൊടുക്കുന്ന ലിമിറ്റ്, ക്രെഡിറ്റ് ലിമിറ്റ്. ഇവർക്ക് ഇപ്പൊ 250 ക്രെഡിറ്റ് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 250 KD വരെ അവർക്ക് ഇൻവോയ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ കേസ് ഈ 250 KDനെ ഇൻവോയ്സ് ചെയ്തു, ഒരു 90 ദിനാറിന് ചെയ്തു, അത് 30 ദിവസം കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 30 ദിവസം ഇതിൽ ഏത് ഒരു എമൗണ്ട് അതിന്റെ എൻഡിലേക്ക് വന്നാലും ഈ സാധനം ബ്ലോക്ക് ആവും. അപ്പൊ ഇവിടെ ഇപ്പം 250 ആണ് കൊടുത്തിട്ടുള്ളത്. ക്രെഡിറ്റ് ലിമിറ്റ് 30 days ആണ് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഒന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് ലിമിറ്റ് 0 ആക്കുക. ഇവിടെ ഒരു 1000 days എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി അത് നിങ്ങൾക്ക് ഇതേമാതിരി തന്നെ വന്നിട്ട് എന്താക്കാൻ പറ്റും, അവരെ എഡിറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, ഈ ഡാഷ്ബോർഡിൽ വന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കസ്റ്റമറിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും മാറ്റാനുണ്ടെങ്കിൽ അത് ഇവിടെ ഈ ഒരു പ്ലേസിൽ തന്നെ അത് മാറ്റാനും പറ്റും. ഓക്കെ.